നമസ്കാരം സാർ. 2025 തുടക്കം മുതൽ നമ്മൾ കാണുന്നതാണ് കൊലപാതകങ്ങളുടെ ഒരു പരമ്പര. പ്രത്യേകിച്ച് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്ന യുവതലമുറയാണ്. നമ്മുടെ യുവതലമുറയ്ക്ക് എന്താ പറ്റിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അതൊരു വലിയ ചോദ്യമാണ്. മാത്രമല്ല വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം കേരളത്തിലെ യുവജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നൊരു വലിയ ചോദ്യമാണത്. ഇന്നിപ്പോൾ മാതൃഭൂമി അടക്കമുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിലെ യുവജനങ്ങൾ നമുക്ക് പതിവില്ലാത്ത രീതിയിൽ മാറ്റം യുവജനങ്ങൾ കാണുന്നുണ്ട്. ഒരു അരക്ഷിത അവസ്ഥ അവരിലുണ്ട്, ഒരു അരക്ഷിത ബോധം അവരിലുണ്ട്. കാരണം അവർക്കിവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ എനിക്കൊണ്ട് നമ്മുടെ യുവാക്കന്മാരിൽ ഒരു 50 ലക്ഷം യുവാക്കന്മാരാണ് കേരളത്തിന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, അവർ പഠിക്കാൻ കേരളത്തിന് പുറത്തേക്ക് പോകുന്നു, അവർ അന്യ രാജ്യത്തേക്ക് പോകുന്നു. അങ്ങനെ അവർക്ക് ഏത് രാജ്യയിലും വിരോധമില്ല എന്നുള്ള മട്ടിലാണ്. അവർക്ക് 10-15 ലക്ഷം റുപ്യ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഏതെങ്കിലും രാജ്യത്തേക്ക് പോകേണ്ട രീതിയിലാണ് മാനസികമായിട്ട് അവർ ശരിക്കത്. ഒരു തരത്തിൽപ്പെട്ടവരൊക്കെ അങ്ങനെയാണ്. അതല്ലാത്തൊരു സെറ്റ് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ തമ്പടിച്ചിട്ടുള്ളവരുണ്ട്. ആ തമ്പടിച്ചിരിക്കുന്ന ആളുകളുടെ പ്രശ്നം വളരെ രൂക്ഷമാണത്. ചെറിയ പ്രശ്നമൊന്നുമല്ല, വലിയ പ്രശ്നമാണത്. കാരണം അവരുടെ ഇടയ്ക്ക് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ തിരുവനന്തപുരത്തെ കൊലപാതകം അടക്കമുള്ള 23 വയസ്സുകാരൻ്റെ പ്രവൃത്തി പോലും അഫാൻ. ആ 23 വയസ്സുകാരൻ, ഒരു 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ 5 പേരെയാണ് കൊലപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിന് മയക്കുമരുന്നിൻ്റെ പേരിലാണെന്ന് എനിക്കറിയില്ല, ഞാനങ്ങനെ സത്യത്തിൽ വിശ്വസിക്കുന്നില്ല. അതൊരു കാരണമേണിയായിരിക്കാം. പക്ഷേ 5 പേരെ കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മാനസിക നില കേരളത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് വന്നിരിക്കുന്നു. അത് അവിടെ മാത്രമല്ലല്ലോ, വേറെ ഒരുപാട് സ്ഥലങ്ങൾ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലെമ്പാടും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നു. കാരണം ഇത്തരത്തിൽപ്പെട്ട ആളുകൾക്ക് കേരളത്തിൽ വേണ്ട രീതിയിൽ ശിക്ഷ ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണത്. കാരണം 2 ദിവസത്തെ മാധ്യമങ്ങളുടെ ചർച്ച കഴിഞ്ഞാലേ ഇത് പിന്നെ വിഷയമില്ലാണ്ടായിട്ട് വരികയാണ്. 1-2 ദിവസത്തെ വിഷയം മാത്രമേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഇത് വിഷയമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ തരത്തിൽപ്പെട്ട ചെറുപ്പക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വലിയ വിഷയമാണ്. അവർ ചുറ്റിക്ക് അടിച്ചു കൊല്ലുന്നു, അല്ലെങ്കിൽ അവർക്ക് വിഷം ചേർത്ത് കൊല്ലുന്നു, മറ്റു തരത്തിൽ ഉപദ്രവം നടത്തി കൊല്ലുന്നു. ഈ തരത്തിൽപ്പെട്ട കൊലപാതകത്തിന് കേരളത്തിൽ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം ഈ കേരളത്തിൻ്റെ വേറൊരു സവിശേഷത, ഒരു കാലത്ത് കേരളത്തിൻ്റെ എല്ലാ ഗ്രാമാന്തരങ്ങളിൽ പൊതുസംഘടനകൾ ഉണ്ടായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ DYFI ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു, BJPയുടെ യുവമോർച്ച ഉണ്ടായിരുന്നു, സംഘത്തിൻ്റെ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥാനം പ്രധാനമായിട്ട് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ തരത്തിൽപ്പെട്ട ചില ലോബികളാണ് കേരളത്തെ സംബന്ധിച്ച്. ഈ ലോബികളുടെ സ്വാധീനം കേരളത്തിൽ വളരെ കൂടുതലാണ്. ആ ലോബികളാണ് കേരളത്തിൽ ചെറുപ്പക്കാരെ കൊണ്ട് നമ്മൾ ധരിക്കാത്ത ചില കാര്യങ്ങൾ ചെയ്യും. ഉദാഹരണം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഒരു 1-1.5-2 വർഷത്തിന് മുമ്പായിട്ടാണ് കേരളത്തിൽ എറണാകുളത്ത് ചുംബന സമരം നടത്തി. പ്രധാനമായിട്ട് അതിൻ്റെ സ്പോൺസേഴ്സ് ഒരു ചാനലുകാരനാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന പിൽക്കാലത്ത് രാഷ്ട്രീയ നേതാവായിട്ട് കാലുമാറിപ്പോയിട്ടുള്ള ഒരു നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ചാനലിൻ്റെ കുൽസിത പ്രവൃത്തിയായിരുന്നു ചുംബന സമരം നടന്നത് എറണാകുളം മറൈൻ ഡ്രൈവിൽ. നിരവധി ചെറുപ്പക്കാരുടെ സ്ഥലത്ത് പോയി. അതിന് എനിക്ക് ഏറ്റവും ഒരു അനുഭവം ഉള്ളത്, കേരളത്തിൽ എറണാകുളത്ത് അറിയപ്പെടുന്നൊരു സാമൂഹ്യ പരിഷ്കർത്താവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മകളൊക്കെ തന്നെ ഈ പറയുന്ന സ്ഥലത്ത് പോയി. പിറ്റേ ദിവസം സ്റ്റാൻഡിൽ എന്ന സമയത്ത് അച്ഛനും അമ്മയും മകളും കൂടി നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് മകളോട് ചോദിച്ചു, ഒരു ചുംബനം തരാമെന്ന് ചോദിച്ചു എന്നാണ്. അപ്പം ഈ തരത്തിൽ കേരളം അധപ്പതിപ്പിച്ചതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ ചില പ്രത്യേകമായുള്ള സാഹചര്യങ്ങളാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില മാധ്യമങ്ങൾ വരുന്നു. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ കേരളത്തിൽ ഇന്ന് മയക്കുമരുന്നിന് വ്യാപകമാണ്. കേരളത്തിൽ ഏത് മരണം നടന്നാലും നമ്മളിപ്പോൾ അഫാൻ്റെ സംഭവത്തിലടക്കം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പത്രക്കാരോട് ചോദിച്ചാൽ അവരും പറയും, പോലീസുകാരോട് ചിലവരും പറയും അത് മയക്കുമരുന്നാണെന്ന് പറയും. ഇത് സത്യമാണെന്നുള്ളതാണ് പ്രശ്നം. മയക്കുമരുന്ന് സത്യമല്ല എന്ന് ഞാൻ പറയുന്നില്ല, മയക്കുമരുന്ന് വലിയ സത്യമാണ്. എനിക്കിവിടെ അറിയാവുന്ന എറണാകുളത്തൊരു പ്രധാനപ്പെട്ട വിദ്യാലയത്തിൽ ഒരു 9ഓളം വിദ്യാർത്ഥികളെ ഒരു കേസിൽ അവർ സ്കൂൾ അധികൃതർ പിടിക്കേണ്ടായി. അവിടെ അവർ രക്ഷകർത്താക്കളെ വിളിച്ചു കൊണ്ടുവന്ന് രക്ഷകർത്താവിനോട് നിങ്ങളുടെ കുട്ടി മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ആ കുട്ടിയെ രക്ഷിക്കുന്ന രീതിയിലായിരുന്നു രക്ഷകർത്താവിൻ്റെ മറുപടി. ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണത്.
എന്ന് വെച്ചാൽ കുട്ടികളെ പോലും വഴിതെറ്റിക്കുന്ന കാര്യത്തിൽ രക്ഷകർത്താക്കളടക്കം വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇത് കേരളത്തിലെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം മിസ്റ്റേക്കാണെന്ന് പറയാൻ സാധ്യമല്ല. ഇന്ന് കേരളത്തിലെ യുവജനങ്ങൾ, വിദേശത്തേക്ക് പോകാത്ത യുവജനങ്ങൾ ഈ തരത്തിൽപ്പെട്ട വഴിതെറ്റിപ്പോകുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട്. ഇതിന് അനുഗുണമായിട്ടുള്ള രീതിയിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പലതും അത്തരത്തിലാണ്. ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ആളുകൾ. കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണുള്ളത്. കേരളത്തിൻ്റെ മാധ്യമരംഗം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണുള്ളത്. എന്ന് വെച്ചാൽ പൊതുവെ ഈ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ജീവിത രീതി കേരളത്തിൽ അവലംബിച്ച് വരുന്നുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാലേ, പണ്ടൊക്കെ നമ്മളൊക്കെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ തൊട്ട അയൽവക്കത്തുള്ള ആൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, ബബുദ എവിടെ പോകണു എന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. ഇന്നിപ്പോൾ ചോദ്യം ചോദിക്കില്ല. ഇന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയാണ് പോകണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണെന്നാണ് ബബിത പറയുക. അപ്പോൾ എൻ്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ചർച്ചയാണ് വരിക. എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം, എൻ്റെ പ്രവൃത്തി സ്വാതന്ത്ര്യം, എൻ്റെ ഡ്രസ് കോഡിൻ്റെ സ്വാതന്ത്ര്യം ഇത്യാദി സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇത് ചോദ്യം ചെയ്യുന്ന ആളുകൾ നമ്മൾ വിളിക്കുന്ന പേര് സദാചാര പോലീസ് എന്നാണ്. ഈ സദാചാര പോലീസ് എന്നുള്ള പേര് കേരളത്തിൽ ഇട്ടത് മയക്കുമരുന്ന് ലോബിയാണ്. എനിക്കൊരു സംശയ കാര്യത്തിലില്ല. മയക്കുമരുന്ന് ലോബിയും കേരളത്തിലെ ചില പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരും കൂടിയിട്ടാണ് കേരളത്തിലെ സദാചാര പോലീസിന് പദപ്രയോഗം കൊണ്ടുവന്നത്. നമ്മൾ അങ്ങനെയല്ലല്ലോ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് നമ്മൾ വീടിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ആളുകൾ അത് അയൽവക്കത്തുകാരുണ്ടായിരുന്നു. അതെന്താ തെറ്റുള്ളത്? അയൽവക്കത്തുകാർ നമ്മൾ തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്ന സമയത്ത് അങ്ങനെ അവർക്ക് നോക്കാം, അവർക്ക് സംസാരിക്കാം, വീട്ടുകാരോട് ചോദിക്കാം, അവൻ എവിടെ പോകുന്നു എന്ന് ചോദിക്കാം. ഇന്ന് നമുക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് ഈ പറയുന്ന യുവാക്കളടക്കം ചെറുപ്പക്കാരടക്കം ധരിക്കുന്നത് ഞങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരാണ്, ഞങ്ങളെ ആർക്കും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഞങ്ങൾ പോകും, ഞങ്ങൾ ഇഷ്ടമുള്ള മാതിരി ഞങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഞങ്ങൾ കുടിക്കും, ഇഷ്ടമുള്ള മാതിരി ഞങ്ങൾ ആഹാരം കഴിക്കും, ഇഷ്ടമുള്ള സമയത്ത് ഞങ്ങൾ കിടന്നുറങ്ങും, ഇഷ്ടമുള്ള സമയത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകും. ഇതിന് നമ്മുടെ സമയക്ലിപ്തതയൊന്നിനെ സംബന്ധിച്ചില്ല. ഇത് നമ്മളുടെ ജനജീവിതത്തെ തന്നെ കാര്യമായിട്ടുള്ള രീതിയിൽ താറുമാറാക്കുന്ന രീതിയിലാണ് കേരളം വന്നിരിക്കുന്നത്. അതിന് പല പല കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കൂളുകളിൽ പോലും ചെറിയ +2 അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ മദ്യപിക്കുന്ന കുട്ടികളാണ് നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ. അതെ, അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞ് ഇന്നിപ്പോൾ കേരളത്തിലെ മിക്ക സ്കൂളുകളിലും ടീച്ചേഴ്സൊന്നും ക്ലാസ്സിന് പുറകിലേക്ക് പോലും പോകാൻ അവർക്ക് ഭയപ്പെടുന്നുണ്ട്. അതെ, അങ്ങനെയുള്ളൊരു മാനസികം, അതായത് ചെറിയ കുട്ടികൾ മുതൽ പിന്നെ ഈ കുറ്റകൃത്യം ചെയ്യുന്ന കുട്ടികളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു. ഇപ്പോൾ അഫാനാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ പറയുന്നത് എന്താ, അവൻ സിന്തറ്റിക് പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു കാരണങ്ങൾ കൊണ്ട് അവർ രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത്. അതായത് ഒരു ശിക്ഷയുടെ കാലാവധി കുറയുക, അല്ലെങ്കിൽ അവർ ചെയ്ത കുറ്റം മാനസികമായിട്ട് അവൻ നില ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ പറഞ്ഞ് ഇവരെ നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് സത്യത്തിൽ ശ്രമം നടത്തുന്നത് കുറ്റവാളികളെ രക്ഷപ്പെടുത്തുകയാണ്, കുറ്റകൃത്യത്തെ രക്ഷപ്പെടുത്തുകയാണ്. ഞാൻ കുറ്റവാളികൾ എന്നുള്ളതിലേക്ക് മാത്രം പറയുന്നില്ല. കാരണം കുറ്റവാളികൾ എന്നും മാറിക്കൊണ്ടിരിക്കാം, പക്ഷേ കുറ്റകൃത്യം സെയിമാണ്. ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവർ കഞ്ചാവ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ വേറെ സാധനം ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള വസ്തുവിന് മാറ്റം വരുന്നില്ല, മറിച്ച് വ്യക്തിക്കാണ് മാറ്റം വരിക. ഈ പറയുന്ന വ്യക്തികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന വാസ്തവത്തിൽ ഈ പറയുന്ന അഫാൻ രക്ഷിക്കാനല്ല ശ്രമം നടത്തുന്നത്. അഫാൻ ഉപയോഗിച്ച വസ്തുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും കുട്ടികളൊക്കെ ആവാം. ചെറുപ്പക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കാം, ഉപയോഗം തെറ്റല്ല, അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആളുകളെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരു സമയത്ത് പോലീസ് കേസ് ചാർജ് ചെയ്യില്ല, ചാർജ് ചെയ്താൽ പോലും അവർക്ക് പെട്ടെന്ന് പോരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഇത്തരം വലിയ പ്രചരണമാണ് നടക്കുക. അതുകൊണ്ട് കുട്ടികൾ പല സ്ഥലങ്ങളിലും, ഇപ്പം നമുക്കറിയാലോ, പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാലയത്തിൽ ഫംഗ്ഷൻ പോയ സമയത്ത് പറയുണ്ടായി, അവിടുത്തെ ഒരു പെൺകുട്ടി പുതിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചിരിക്കുന്നു. അവിടുത്തെ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ അവരോട് ചോദിച്ചു, ഈ മൊബൈൽ ഫോൺ എവിടെയാണെന്നാന്ന് ചോദിച്ചു. ആ ടീച്ചർ അവിടുത്തെ സ്കൂളിൻ്റെ പേരൻറ്റിനെ വിളിച്ചു ചോദിക്കുന്നു. പേരൻറ്റ് പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടിക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിരുന്നു. സത്യത്തിൽ പേരൻറ്റ് വാങ്ങിച്ചു കൊടുത്തിരുന്നത് സാധാരണ ഫോണാണ്, അത് സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ലാത്തതാണ്. അത് കുട്ടികളുടെ കൊടുത്തയച്ച് ആ കുട്ടി ആ ഫോൺ വെച്ചുകൊണ്ട് മയക്കുമരുന്നിൻ്റെ കച്ചവടം നടത്തി. ഇവിടെ മറ്റേ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇൻ്റർവെൽ സമയത്ത് മയക്കുമരുന്ന് കച്ചവടം നടത്തിയതിൻ്റെ പേരിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാവുന്നു, പിന്നെ ചില സ്വാധീനം ഉപയോഗിച്ച് വിട്ടുപോരുന്നു. ഇങ്ങനെ കേരളത്തിൽ വ്യാപകമായിട്ട് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് മയക്കുമരുന്നിൻ്റെ കച്ചവടം നടത്തുന്നവരുണ്ട്. ഇതിന് ചോദിക്കാൻ കേരളത്തിൽ പോലീസില്ല, കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളില്ല,
കേരളത്തിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്താരുമില്ല, കേരളത്തിൽ സർക്കാരില്ല. ഇതൊന്നും ആരും ചോദിക്കുന്നില്ല. ശരിക്കും നിയന്ത്രണം ഈ വിദേശത്തു നിന്ന് വരുന്ന ഈ ഡ്രഗ്സ് ആണ് ഏറ്റവും, അങ്ങനെയുള്ള ഡ്രഗുകൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിൽ ശരിക്ക് കേന്ദ്രത്തിൻ്റെ ആണെങ്കിലും കേരളത്തിൻ്റെ ഗവൺമെൻറ് ആണെങ്കിലും ഈ രണ്ട് ഗവൺമെൻറ് ഇവിടെ ഉണർന്ന് പ്രവർത്തിച്ച് ഇതിനൊരു പരിധി ഇടാൻ പറ്റില്ല കേരളത്തിൽ. ഇത് സർക്കാരുകളല്ല സത്യത്തിൽ ചെയ്യേണ്ടത്, ഇത് പൊതുസമൂഹത്തിന് ഇക്കാര്യത്തിൽ ബാധ്യതയുണ്ട്. കാരണം പൊതുസമൂഹം, നമ്മളുടെ മക്കൾ പഴയ കാലത്ത് പറയാറുണ്ട്, എൻ്റെ പെൺകുട്ടികൾ പുറത്തു പോകുന്ന സമയത്ത് ചോദിക്കുന്ന നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കാറുണ്ട് അച്ഛനുമേ. ഈ ചോദ്യം ആൺകുട്ടികളോടും വേണം. ആൺകുട്ടികൾ വൈകി വരുന്ന സമയത്ത് നീ എവിടെ പോയിരുന്നു എന്നുള്ളൊരു ചില മിനിമം ചോദ്യങ്ങൾ ചോദിക്കാൻ അച്ഛനമ്മമാർ ബാധ്യസ്ഥരാണ്. അപ്പോൾ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും എടുക്കുന്ന സമീപനം ഒരേപോലെ തന്നെ തുല്യതയാർന്ന രണ്ടുപേരുടെയും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്ന രീതിയിലുള്ള ആത്മബന്ധം രക്ഷകർത്താക്കൾ ഉണ്ടാക്കണം. എനിക്ക് പലപ്പോഴും സർക്കാരിനേക്കാൾ കൂടുതൽ വലിയ കുറ്റവാളികൾ ഈ കാര്യത്തിൽ രക്ഷകർത്താക്കളാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രക്ഷകർത്താക്കൾക്ക് വലിയ പങ്കുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ഈ അഫാൻ്റെ സംഭവത്തിൽ തന്നെ അമ്മയ്ക്ക് മർദ്ദനം വരിട്ടുണ്ട്. അമ്മയുടെ മൊഴികൾ നമ്മൾ കേൾക്കേണ്ട സാഹചര്യമുണ്ട്. ആ സമയത്താണ് ഇതിൻ്റെ മറ്റുള്ള ഉള്ളറകളിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി സാധിക്കുന്ന അപ്പോഴാണ്. അമ്മ പറയുന്നത് മകൻ കട്ടിലിൽ നിന്ന് വീണതാണെന്നാണല്ലോ പറയുന്നത്. അതെ, അത്തരത്തിൽ പറഞ്ഞ് മക്കളെ രക്ഷപ്പെടുത്താനല്ല ശ്രമിക്കുക, മക്കളെ കൊലയ്ക്ക് കൊടുക്കുന്ന അമ്മമാര്. അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സംശയമില്ല, ആ പറയുന്ന അമ്മമാര് മക്കളെ കൊലയ്ക്ക് കൊടുക്കുകയാണ്. നമ്മുടെ ഇവിടെ തന്നെ പള്ളുരുത്തിൽ സംഭവം ഉണ്ടായിരുന്നു. ഒരു പയ്യനൊരു ബാങ്കിൽ മോഷണം നടത്തി. ആ മോഷണ വിവരം ആദ്യം പോലീസിനെ വിളിച്ചറിയിക്കുന്ന അവിടുത്തെ അമ്മയാണ്. ആ അമ്മയ്ക്ക് ശേഷം പറഞ്ഞത്, എൻ്റെ മോനാണെങ്കിൽ തന്നെ ഈ പറയുന്ന ബാങ്കിൽ നിന്ന് മോഷ്ടിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ ആ വിവരം ഞാൻ പോലീസിനെ അറിയിച്ചു എന്നാണ്. ഇത് ചെയ്യുന്നത് അമ്മ ചെയ്യുന്നൊരു സഹായമാണ്. ഒരു വട്ടം മാത്രം മകൻ പോലീസ് സ്റ്റേഷനിലെത്തും, അവന് ജാമ്യം കിട്ടിയവൻ നാളെ തിരിച്ചു വരും. പക്ഷേ അവൻ്റെ ജീവിതം ഏറ്റവും പുഷ്കലമാകാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. പലപ്പോഴും ഇതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇത് ഇവൻ്റെ ഉമ്മ എന്ന് തന്നെ പറയണം. ഇവൻ്റെ ഉമ്മയാണ്, അമ്മയല്ല. ഈ പറയുന്ന അഫാൻ്റെ ഉമ്മ എന്ന് പറയുന്ന ഉമ്മയും അടക്കമുള്ള ആളുകളാണ് മർദ്ദനത്തിലേറ്റുള്ളത്. ഇത് ഇവർ കൊടുക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അപകടം കൂടിയാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ശരിക്കത്. അപ്പോൾ അതുകൊണ്ട് ഈ പയ്യനെ നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പയ്യനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് ഈ ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ ഈ യുവതയ്ക്ക് സംഭവിച്ചിരിക്കുന്ന മൂല്യശോഷണത്തിന് നമ്മൾ കൂടി പിന്താങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടി 23 വയസ്സുകാരൻ ചെയ്തിരിക്കുന്ന മഹാപാതകം, ആ മഹാപാതകത്തിന് ഇവിടെ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. പൊതുസമൂഹത്തിന് ഇക്കാര്യത്തിൽ ബാധ്യതയുണ്ട്. അവരുടെ രക്ഷകർത്താക്കൾക്ക് 75 ലക്ഷം രൂപയുടെ കടാണ് ബാപ്പയ്ക്ക് അവിടെ ദുബായിലുള്ളതെന്നാണ് പറഞ്ഞ്, സൗദിയിലുള്ളത്. അത്ര വലിയ കടമൊന്നായിട്ട് പലർക്കും തോന്നാറില്ല. കാര്യം ഇന്ത്യൻ രൂപ എന്ന് പറയുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ 15 മറ്റായിട്ട് 15 20 മറ്റായിട്ട് വരികയെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 4-5 ലക്ഷം രൂപയുടെ കടവ് അവിടുത്തെ കടവേ വരുന്നുള്ളൂ. അത് പരിഹരിക്കാവുന്ന പ്രശ്നം. അതൊന്നും ആകാൻ യാതൊരു തരമില്ല. പുതിയ കാരണങ്ങൾ തേടിപ്പോകുന്നു വേണം നമുക്കിതിനകത്ത് അനുമാനിക്കാൻ വേണ്ടിയിട്ട്. ഏതാണെങ്കിലും കേരള യുവതയെ സംബന്ധിച്ച് ഒരു വലിയൊരു വെല്ലുവിളിയാണ് ഇന്ന് കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുന്ന ഈ തരത്തിൽ മയക്കുമരുന്നിൻ്റെയും അതേപോലെ തന്നെ മദ്യപാനത്തിൻ്റെയും അതേപോലെ തന്നെയുള്ള ദുഷ്ചെയ്തികളുടെ എല്ലാം അനന്തരഫലം നമ്മൾ ഒരു വലിയ രീതിയിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം നിലവിലുണ്ട്. കാരണം ഈ വരുന്ന തലമുറയുടെ മാനസികമായിട്ട് അവർ വളരെയധികം ഈ കുറ്റകൃത്യങ്ങൾക്ക് ധൈര്യം പകരുന്ന ഒരു മനസ്സായിട്ട് മാറുകയാണ്. അവരുടെ മനസ്സ് വളരെ ദുർബലമാക്കുകയാണ്. അതായത് നമ്മൾ കുട്ടികൾ വീഴുന്ന സമയത്ത് സഹതപിക്കുന്ന ആളുകൾ ചെയ്യുന്നത് ആ കുട്ടിയോട് കാണിക്കുന്ന വലിയ പാതകമാണ്. അല്ലെങ്കിൽ കുട്ടി ഏതെങ്കിലും തരത്തിൽ നിന്ന് വീഴാൻ പോകുന്നു, ഇതേപോലെ തന്നെ ഇവൻ എന്തെങ്കിലും കുറ്റകൃത്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റകൃത്യമല്ല എന്നുള്ളത് ബോധിപ്പിക്കുകയാണത് ഈ പറയുന്ന അച്ഛനമ്മമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും കുട്ടിക്ക് നല്ലതല്ല. അത് തെറ്റാണെന്ന് തന്നെ കുട്ടിയെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം. ആ കുട്ടിയെ ബോധ്യപ്പെടുന്ന സമയത്താണ് കുട്ടിക്ക് ശരിയായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുക. ആ സഞ്ചരിക്കാനുള്ള പാത നമ്മൾ ഒരുക്കി കൊടുക്കണ്ടേ? ആ പാത ഒരുക്കി കൊടുക്കുന്ന പ്രവർത്തനം ഇന്നിപ്പോൾ നടക്കുന്നില്ല. ഇന്ന് നടക്കുന്നത് കുട്ടിയെ വഴിതെറ്റിച്ച് അവനെ നാമാവിശേഷമാക്കുന്ന, അവനെ ഇപ്പം 5 പേരെ കൊന്നു, 5 പോരാ 10 പേരെ കൊന്നോട്ടെ എന്നുള്ള മട്ടിലാണ് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ നടക്കുന്ന ചർച്ചകൾക്ക് തന്നെ ശരിക്കും അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കേരളത്തിൻ്റെ കുറ്റകൃത്യങ്ങളെ അവസാനിപ്പിക്കാനായിട്ട് പര്യാപ്തമാണോ എന്നുള്ളത് ഒരു ചിന്തനീയമായിട്ടുള്ള വിഷയമാണ്. ഏതാണെങ്കിലും കേരളത്തിൻ്റെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിക്കുകയും കൂടുതൽ ചർച്ചകൾക്ക് ഈ വിഷയം പാത്രീഭൂതമാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും.